മമ്പർത്ത തങ്ങളെ കാലത്ത് അലക്കാൻ കൊണ്ടുവച്ച് കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് പ്രയാസമായി. തിരുരങ്ങാടി പള്ളിയിൽ ഒരിക്കൽ ജുമുഅ നിസ്കാരത്തിന് മമ്പറം സയ്യിദ് അലവി മൗലദ്ദവീല റളിയല്ലാഹു അൻഹു വന്നു. ജുമുഅ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഇന്ന് സുബഹി നിസ്കാരത്തിന് പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്ത ഒരാൾ സദസ്സിലുണ്ട്, അയാൾ എഴുന്നേറ്റു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആരും നീച്ചില്ല. രണ്ടാമതും മൗലദ്ദവീല പറഞ്ഞു, ഇന്ന് സുബഹി ജമാഅത്തിന് പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്ത ഒരാൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, അയാൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരും നീച്ചില്ല. മൂന്നാമത് പറഞ്ഞു, ഇന്ന് സുബഹി ജമാഅത്തിന് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്ത ഒരാൾ ഈ സദസ്സിലുണ്ട്, അയാൾ എഴുന്നേറ്റു നിന്നില്ലെങ്കിൽ അയാളുടെ വിലായത്തിനെ ഞാൻ എടുത്തു മാറ്റുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമ്പാൻ കൊണ്ടുവച്ചെടുക്കുന്ന ആളെ എഴുന്നേറ്റുന്നു എന്നാണ് ചരിത്രം. തിരുമ്പാൻ കൊണ്ടുവച്ചെടുക്കുന്ന ആളെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് എന്നെ വഷളാക്കരുത്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വാതില് തുറന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ആക്കിയിട്ട് വാതിലടച്ചു എന്നാണ് പിന്നെ ആരും കണ്ടിട്ടില്ല. സാധാരണ ഒരു വാതിൽ തന്നെ, പള്ളിയുടെ ഒരു വാതിലും തുറന്നങ്ങാണ്ട് അപ്പുറത്തേക്ക് ആക്കിയാണ് വാതിലടച്ചതാണ്, പിന്നെ ആരും കണ്ടില്ല എന്നാണ്. അപ്പൊ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പല ആൾക്കാരുണ്ട്. ഒരാൾ വലിയാണെന്ന് അയാൾക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്.